ഇന്ന് നമുക്കൊരു കഥ പറയാം. ചിമുക്കായിട്ട് മാലയിട്ട് കണ്ണെഴുതി പൊട്ട് തൊട്ട് തൊപ്പിയിട്ട് കരിവാളയിട്ട് ഇരിക്കുന്ന ഈ ചുന്ദരിമണിക്കൊരു കഥ പറയാവേ. പണ്ടൊരു കാട്ടിലേ ഒരു ചിക്കുമുയലുണ്ടായിരുന്നേ. ആരാണ്? ചിക്കുമുയൽ. മഹാവികൃതിയായിരുന്നു. എപ്പോഴും ആരേലും ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. ആ ചിക്കുമുയൽ നിറയെ പേരയ്ക്കകളുള്ള ഒരു പേരമരത്തിലാണ് താമസിച്ചിരുന്നത്. എന്നിട്ട് അതേ പേരമരത്തിൽ ഒരു പിങ്ക് കുരങ്ങൻ താമസിക്കാനെത്തി. ഈ പിങ്ക് കുരങ്ങനാണെങ്കിൽ ഒരു പാവമാണ്. മറ്റ് മൃഗങ്ങളുടെ കുഞ്ഞു മൃഗങ്ങളൊക്കെ ആ പേരച്ചോട്ടിലെത്തി ഈ പഴുത്ത പേരയ്ക്കയും മധുരം തുടങ്ങിയ പേരയ്ക്കയും പച്ച പേരയ്ക്കയും ഒക്കെ ചോദിക്കുമ്പോൾ ഈ പിങ്ക് കുരങ്ങ് പറിച്ചു കൊടുക്കും. അത് കാരണം എല്ലാവർക്കും പിങ്ക് കുരങ്ങനെ വലിയ ഇഷ്ടമാണ്. അത് കണ്ടിട്ട് ഈ ചിക്കുമുയലിന് ഭയങ്കര ദേഷ്യമായി. ആരോട്? ഈ പിങ്ക് കുരങ്ങനോട്. എന്തിനാണെന്നറിയോ? എല്ലാവരും എപ്പോഴും പിങ്ക് കുരങ്ങ ഒരു പേരയ്ക്കതാ ഇങ്ങനെ ചോദിക്കും, പിങ്ക് കുരങ്ങ കളിക്കാൻ വാ ഇങ്ങനെ ചോദിക്കും. അത് കണ്ടിട്ട് ഈ ചിക്കുമുയലിന് ആകെ ദേഷ്യം വന്നു. ഇവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിട്ട് എന്ത് ചെയ്തെന്നറിയോ? ഈ ചിക്കു അടുത്തുള്ള കരികളെല്ലാം ചിക്കുമുയൽ അടുത്തുള്ള കരിയിലകളും ഉണങ്ങിയ കമ്പുകളില്ലേ, മരക്കഷ്ണങ്ങൾ, അതിനെ ചുള്ളിക്കമ്പെന്നാണ് നമ്മൾ പറയുക. ആ ചുള്ളിക്കമ്പുകളെല്ലാം ഈ പേരമ്മ ചോട്ടിക്കൊണ്ട് കൂട്ടിയിട്ടു. എന്നിട്ട് 2 പാറ കഷ്ണങ്ങൾ, നമ്മൾ ഈ കരിങ്കല്ല് കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളുണ്ടല്ലോ, അതെടുത്തിങ്ങനെ കൂട്ടി തട്ടുമ്പോൾ അതിലിങ്ങനെ ഒരു തീപ്പൊരി ഉണ്ടാവും. അപ്പം അങ്ങനെ ഈ കരിയിലയുടെ അടുത്ത് വെച്ച് ഈ പാറ കഷ്ണങ്ങൾ ഇങ്ങനെ കൂട്ടി തട്ടി 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 തീപ്പൊരി വാരിച്ച് ആ കരിയിലയും ഈ ചുള്ളിക്കമ്പുകളും എല്ലാം അങ്ങോട്ട് കത്തിയപ്പം കട്ടയായിട്ട് പുക അങ്ങോട്ട് പൊങ്ങിയപ്പം ആ പേരമരത്തിൽ ഇരുന്ന് നമ്മുടെ പിങ്ക് കുരങ്ങന് കണ്ണിലേക്ക് പുക കയറി. വായിലും മൂക്കിലും ചെവിയിലും ഒക്കെ കട്ട പുക കയറിയിട്ട് ശ്വാസം മുട്ടി പിങ്ക് കുരങ്ങൻ ഒറ്റ ചാട്ടം ആ പേരമരത്തിൽ നിന്ന് ചാടി ദൂരെ പോയി ഇരുന്ന് കണ്ണും മൂക്കും ഒക്കെ തിരുമ്മി ഇരുന്നു. എന്നിട്ട് ഈ പിങ്ക് കുരങ്ങൻ വിചാരിച്ചു, എപ്പോഴും ഇവനെല്ലാവർക്കും ശല്യം ചെയ്യുവാണല്ലോ ഈ ചീക്കു. ഒരു കാര്യം ചെയ്യണം, അവനൊരു പാഠം പഠിപ്പിക്കണം എങ്ങനെയെങ്കിലും എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ വിഷമിച്ച് അവിടെ ഇരുന്നു. എന്താ ചെയ്യാന്ന് ആലോചിച്ച്. അങ്ങനെ നോക്കുമ്പോൾ ഈ ചീക്കു ആ മാളത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോണ കണ്ടു. എവിടുന്നോ ക്യാരറ്റ് തട്ടി തിന്നാനാന്ന് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്തു? ഈ പിങ്കു കുരങ്ങൻ വേഗം പോയി ഒരു അടുത്തുള്ള തേനീച്ച കൂട്ടുന്ന തേനീച്ചകൾക്കും അവനെ ഇഷ്ടമാണ്. എന്നിട്ട് തേനീച്ചക്കൂട്ടി പോയിട്ട് ഈ ഒരു കൈക്കുമ്പിൾ നിറയെ തേനെടുത്തിട്ട് വന്ന് ഈ ചിക്കുമുയലിൻ്റെ മാളത്തിന് ഉള്ളിലേക്ക് ഇങ്ങനെ പുരട്ടി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വേഗം വീണ്ടും പോയി അടുത്ത് ദൂരെ മാറിയിരുന്നു. ആദ്യം ഇരുന്ന സ്ഥലത്ത് പോയി ഇരുന്നു. കണ്ണൊക്കെ നീറുന്നുണ്ട് പുക തട്ടിയിട്ട്. അപ്പം നോക്കുമ്പോൾ ഈ ചിക്കുമുയൽ ക്യാരറ്റൊക്കെ തട്ടി തിന്നിട്ട് അങ്ങനെ എവിടെയൊക്കെയോ പോയി മറിഞ്ഞിട്ട് ക്ഷീണിച്ച് വരുന്നുണ്ട്. വന്ന പാടെ ഈ മാളത്തിനുള്ളിൽ കയറി ഉറങ്ങാനായിട്ട് കിടന്നപ്പം അതാ എന്തോ കടിക്കുന്നു. ഒന്ന് തിരിഞ്ഞു, പിന്നെയും കടിക്കുന്നു, വീണ്ടും തിരിഞ്ഞും മറിഞ്ഞു എൻ്റെ അമ്മേന്ന് വിളിച്ചിട്ട് ചാടി എഴുന്നേറ്റ് ഒറ്റ ഓട്ടം പുറത്തെത്തുമ്പോഴോ ഈ മാളത്തിന് പുറത്ത് പിങ്ക് കുരങ്ങും മറ്റ് കുഞ്ഞു മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നിന്ന് എന്നും പറഞ്ഞ് ഭയങ്കര ചിരി. എന്നിട്ട് പറഞ്ഞു, എപ്പോഴും നീ ഞങ്ങളുടെ എല്ലാം വികൃതി കാട്ടൂലേ? ഇപ്പോൾ കണ്ടോ, നിന്നെ ഉറുമ്പുകളൊക്കെ കടിച്ചില്ലേ? അപ്പോൾ ഈ ഉറുമ്പുകളെല്ലാം നല്ലോണം കടിക്കുന്നുണ്ട്, ആരും ശ്രദ്ധിച്ചില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞു, നിനക്കിപ്പം വേദനിക്കുന്നില്ലേ? വേദനിച്ചോട്ടെ, ഞങ്ങൾ ആരും നോക്കാൻ പോണില്ല പറഞ്ഞു. അപ്പോൾ ഈ ചിക്കു പറഞ്ഞു, അയ്യോ എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ ആരും വികൃതി കാട്ടൂല, എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടണം, എന്നെ ഒറ്റയ്ക്കാക്കല്ലേ എന്ന് പറഞ്ഞ് ഈ പിങ്കു കുരങ്ങനോട് ക്ഷമ പറഞ്ഞു. ഞാൻ ഇനി ഇങ്ങനെ കരിയിലയിട്ട് കത്തിക്കുകയും ഒന്നും ചെയ്യൂല, ഇനി നിങ്ങളെ ആരെയും ഞാൻ ശല്യം ചെയ്യൂല, എന്നെയും കൂടി നിങ്ങളൊപ്പം കൂട്ടണേ പറഞ്ഞു. അപ്പോൾ
മറ്റു കുഞ്ഞുമൃഗങ്ങളും ഈ പിങ്ക് കുരങ്ങനും പറഞ്ഞു, ശരി, ഇനി വികൃതിയെല്ലാം ഒഴിവാക്കി ഞങ്ങളോടൊപ്പം കൂട്ടുകൂടി നടക്കാവോ? അപ്പം ചിക്കുമുയൽ പറഞ്ഞു, ഓ, ഞാൻ ഇനി ഒരു വികൃതിയും കാട്ടൂല എന്ന് പറഞ്ഞു. എങ്കിൽ ശരി, നമുക്ക് കൂട്ടുകൂടി കളിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഈ ചിക്കുമുയലിനെയും കൂടെ കൂട്ടി ആ പേരച്ചോട്ടിൽ ചാടിയും ഓടിയും ഒക്കെ കളിച്ച് പേരയ്ക്കകളൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്ന് കഥ. കേട്ടോ കുഞ്ഞുവാവയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ചിരിക്കുന്നുണ്ട്, ചുന്ദരിമണി ചിരിക്കുന്നുണ്ട്. ഇതുപോലെ ഈ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇതുപോലെ ദൈവം അയക്കുന്ന ഒത്തിരി ചുന്ദരിമണികളുണ്ട് ഇല്ലേ? അപ്പോൾ ആ ചുന്ദരിമണികളുടെ കൂടെ ആ ചുന്ദരിമണികളുടെ അച്ഛനും അമ്മയും ഒക്കെ ചിലർക്കൊക്കെ വയ്യായിരിക്കും, ചിലർക്ക് ഭക്ഷണം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നുണ്ടാവും. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ അച്ഛനമ്മമാർക്കും